So once again, welcome back to Edu Mantra. So നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA ഫങ്ഷണൽ ഇംഗ്ലീഷ് ഇലക്ട്രോണിക് മീഡിയ എന്ന് പറയുന്ന പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ടെലിവിഷൻ എന്ന് പറയുന്ന ഐ തിങ്ക് തേർഡ് മൊഡ്യൂൾ അല്ലേ, തേർഡ് മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിങ്ങിനെ കുറിച്ച് ആണ് നമ്മൾ ഇന്നത്തെ ഒരു ടോപ്പിക്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് ഇറ്റ് ഈസ് ദ ട്രാൻസ്മിഷൻ ഓഫ് വിഷ്വൽ ഇമേജസ് or visible signals over the air from studios and networks to television receivers with antennas. Okay, ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു നമ്മൾ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് എന്താണ്, ശബ്ദത്തെ നമ്മളൊരു സ്റ്റുഡിയോയിലിരുന്ന് റെക്കോർഡ് ചെയ്യുന്ന ശബ്ദത്തെ കാറ്റിലൂടെ അല്ലെങ്കിൽ എയറിലൂടെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം. റേഡിയോ വേവ്സ്, ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ കയ്യിലുള്ള റേഡിയോ റിസീവേഴ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിനെ പിന്നെയും അത് ഒറിജിനൽ സ്റ്റേറ്റിലേക്ക്, ശബ്ദത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് കേൾപ്പിക്കുന്ന രീതിയാണ് റേഡിയോ ചെയ്യുന്നത്. ഓക്കെ, ടെലിവിഷൻ ചെയ്യുന്നത് എന്താണ്, വിഷ്വൽ ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെയാണ്. ശബ്ദത്തോടൊപ്പം ഉള്ള വിഷ്വൽ ഇമേജസും അതുപോലെ തന്നെ വീഡിയോസും ഇത് ഓവർ ദ എയർ, അത് സ്റ്റുഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ നെറ്റ്വർക്കുകളിൽ നിന്ന് ടി വി റിസീവേഴ്സിലേക്ക്, നമ്മളുടെ കയ്യിലുള്ളത് ടി വി റിസീവേഴ്സാണ്. ഓക്കെ, യഥാർത്ഥത്തിൽ നമ്മൾ ടി വി എന്ന് പറയുന്ന ടി വി റിസീവേഴ്സാണ്. അതിനകത്ത് ടി വി ഈ ഈ എന്താ പറയുക, ഈ ഒരു സിഗ്നൽസിനെ, ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസിനെ അത് തിരിച്ച് പിക്ചറാക്കാനുള്ള, തിരിച്ച് വീഡിയോ ആക്കി പ്രദർശിപ്പിക്കാനുള്ള റിസീവറും കാര്യങ്ങളൊക്കെ ഉള്ള ടെലിവിഷനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, എന്താണ് ആൻറ്റിനാസ് എന്ന് പറയുമ്പം കുറച്ച് പഴയ കാലത്തേക്ക് ചിന്തിക്കണം, നമ്മൾ മുന്നോട്ട് പോകുമ്പം നമുക്ക് മനസ്സിലാവും. ഓക്കെ, the process involves a central operation providing programming to the television stations, play television providers or multi-channel video programming distributors. Okay, സോ ഇതിനകത്ത് ഇതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് ചെയ്യുന്നത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് ഈ പ്രോഗ്രാമിംഗ് ടെലിവിഷനിലേക്ക് എന്താ പറയുക, സിഗ്നലിംഗ് ചെയ്യുന്ന ഒരു ടെലിവിഷൻ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഓരോ ചാനലിനും അവരുടേതായിട്ടുള്ള ടെലിവിഷൻ സ്റ്റേഷൻസ് ഉണ്ടാവും. അതിലൂടെയാണ് അവർ ആ പ്രോഗ്രാം എയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് എയർ ചെയ്യുക എന്ന് പറയുമ്പം അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതിന് കൂടെ തന്നെ ഒരു ടെലിവിഷൻ പ്രൊവൈഡേഴ്സ് ഉണ്ടാവും, അതായത് ചാനൽസ് ഉണ്ടാവും അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ചാനലുകൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന മൾട്ടി ചാനൽ വീഡിയോ പ്രോഗ്രാമിംഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, അതായത് നമ്മുടെ നാട്ടിലെ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ്, സ്പൈഡൻറ്റ് പോലെയുള്ള കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ്, അതുപോലെ തന്നെ വീഡിയോകോൺ, ബിഗ് ടി വി, ടാറ്റ സ്കൈ പോലെയുള്ള എന്താ പറയുക നമ്മുടെ സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ടാവും, അങ്ങനെയുള്ള ആളുകളൊക്കെ. ഓക്കെ, സോ ഇനി നമ്മൾ അതിലേക്ക് തന്നെയാണ് വരുന്നത്. ന്യൂ ട്രെൻഡ്സ് എന്ന് പറയുന്നൊരു കാര്യം, അതായത് ടെലിവിഷൻ തുടങ്ങിയ സമയത്ത് നമുക്ക് അറിയാം, നമ്മൾ സിഗ്നലിംഗ് ചെയ്തുകൊണ്ടിരുന്നത് ഈ പറയുന്ന റേഡിയോ സംവിധാനത്തെ പോലെ തന്നെയായിരുന്നു, അതായത് എയറിലൂടെ ആയിരുന്നു തുടക്കത്തിൽ. ഓക്കെ, അതായത് ഈ പറയുന്ന വിഷ്വൽസിനെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആക്കി മാറ്റി അതിനെ എയറിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് ആൻറ്റിന എന്ന് പറയുന്ന സാധനം, നിങ്ങൾ ഈ ഒരു ചിത്രത്തിൽ ബ്രോഡ്കാസ്റ്റ് ടെലിവിഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഒരു ആൻറ്റിന എന്ന് പറയുന്നത്, നിങ്ങൾ വീട്ടിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ ടെറസിൻ്റെ മുകളിൽ ഒരു വലിയ, നമ്മളിപ്പം ഡിഷ് ടി വിയുടെ കൊട എന്നൊക്കെ പറയുന്ന സംഭവമല്ലേ, ഡിഷിൻ്റെ ഒരു സംഭവം, അതിന് പകരമായിട്ട് ഒരു കമ്പിയിൽ ഒരു കുറച്ച് ഇങ്ങനെ ഇതിനകത്തുള്ള പോലെ അത് അഡ്ജസ്റ്റ് ചെയ്ത് എയർ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു പണ്ട് കാലത്തെ ടെലിവിഷൻ കണ്ടുകൊണ്ടിരുന്നത്. ഓക്കെ, ആ സമയത്ത് സിഗ്നലിംഗ് എന്ന് പറയുമ്പം ഈ കാറ്റ്, മഴ, എല്ലാ ഘടകങ്ങളും, നമുക്കൊരു വീടിൻ്റെ മുകളിലൊരു മരം കുറച്ചൊന്ന് ചില്ലയൊക്കെ ആയിട്ടൊന്ന് നിറഞ്ഞാൽ പോലും ടെലിവിഷൻ കാണുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഓക്കെ, സോ അതിൽ നിന്ന് നമ്മൾ കേബിൾ ടി വിയിലേക്ക് എത്തി, DTH എത്തി, IP TV വന്നു, പിന്നീട് HDTV വന്നു. ഇപ്പം നമ്മളുടെ ഒരു വേൾഡ്, നമ്മളുടെ ഒരു ടെലിവിഷൻ വേൾഡ് സ്മാർട്ട് TV എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള, നമുക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ എല്ലാ തരത്തിലുള്ള മീഡിയാസും അവൈൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ടെലിവിഷൻ സംവിധാനങ്ങളിലേക്ക് നമ്മൾ വന്നു. ഓക്കെ, അതിനെയാണ് നമ്മൾ ഈ ന്യൂ ട്രെൻഡ്സ്, ഓരോ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ടെലിവിഷൻ സംവിധാനങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ബ്രോഡ്കാസ്റ്റ് ടെലിവിഷനാണ് ആദ്യം. ഓക്കെ, അതായത് ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ എല്ലാ സമയത്തും, പക്ഷേ ആ ഒരു ടേമിന് പ്രത്യേകമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ബ്രോഡ്കാസ്റ്റ് ടെലിവിഷൻ ഈസ് ദ വേ ഓഫ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ടെലിവിഷൻ സിഗ്നൽസ് ത്രൂ സ്റ്റേഷൻസ് ദാറ്റ് ബ്രോഡ്കാസ്റ്റ് signals over channels assigned
to specific geographic areas. It is also known as terrestrial television or over the air OTA TV. Broadcast television can be accessed over the air through other means such as the broadcast and satellite broadcast. ഓക്കെ, അതായത് നമുക്ക് ഈ പറയുന്ന പോലെ അതിപ്പോഴും ഉണ്ട്, സാറ്റലൈറ്റ് വഴിയുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് കേബിൾ ടി വി ഒരു പക്ഷേ നമ്മളൊക്കെ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടാകും. അതായത് ഇപ്പം ബി എക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളും ബി എ കഴിഞ്ഞിട്ടുള്ള ആളുകളൊക്കെ തീർച്ചയായിട്ടും ഈ കേബിൾ ടി വി കണ്ടിട്ടുണ്ടാകും. ഓക്കെ, കേബിൾ ടി വി എന്ന് പറയുമ്പം it is also known as CATV, Community Antenna Television or Community Access Television. Okay, അതായത് it is a system of delivering television programming to paying subscribers via radio frequencies FR signal transmitted through an aerial cable or a fiber optic cable. Okay, അതായത് കേബിൾ ടി വി പൊതുവേ നമുക്ക് നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ സ്പൈഡർ നെറ്റ്, ഏഷ്യാനെറ്റ് ബ്രോഡ്ബാൻഡ് ഒക്കെ കേബിൾ ടി വി കണക്ഷൻസ് ആണ്. ഓക്കെ, പ്രൊവൈഡേഴ്സാണ്. അപ്പോൾ നമ്മൾ അവരുടെ ഓഫീസ് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും. ഓക്കെ, അവിടെ ഈ പറയുന്ന ഒരു ആൻറ്റിന ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സിഗ്നൽസ് പിടിക്കാനുള്ള സംവിധാനം അവരുടെ സ്ഥാപനങ്ങളിലുണ്ടാവും. എന്നിട്ട് അവരത് പേയിങ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിലേക്ക് അവർ ത്രൂ ഒപ്റ്റിക്കൽ ഫൈബർ, ഇപ്പം നമ്മൾ ഈ ജിയോ ഫൈബറൊക്കെ പോലെ നമ്മൾ എന്താ പറയുക ഇൻ്റർനെറ്റൊക്കെ കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ നമുക്ക് കറണ്ടൊക്കെ കിട്ടുന്നത് പോലെ, നമ്മൾ BSNL ലാൻഡ് ലൈനൊക്കെ ഉപയോഗിക്കുന്നത് പോലെ വയറിലൂടെ ഈ പറയുന്ന ടെലിവിഷൻ സംവിധാനം, ഈ പ്രോഗ്രാംസ് ചാനലുകൾ നമ്മളിലേക്ക് എത്തുന്ന ഒരു സംവിധാനമാണ്. അവർ ശരിക്കും പറഞ്ഞാൽ അവർ TV സ്റ്റേഷനുകളിൽ നിന്ന് അവർ റേഡിയോ ഫ്രീക്വൻസി വഴിയാണ് ഈ പറയുന്ന വിഷ്വൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അത് ഒരു നമ്മുടെ ലോക്കൽ ആയിട്ടുള്ള ഓഫീസുകളിൽ അവർ റിസീവ് ചെയ്തിട്ട് അത് അവർ വയർ വഴി കൺവേർട്ട് ചെയ്തിട്ട് അയക്കുന്നൊരു സംവിധാനമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കേബിൾ ടി വി എന്ന് പറയുന്നത്. കേബിൾ ടി വിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം, ഞാൻ അതിൽ എല്ലാം ഒന്നും വായിക്കുന്നില്ല, നിങ്ങൾ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, സോ DTH, ഡയറക്റ്റ് ടു ഹോം ടെലിവിഷൻ. ഓക്കെ, DTH ഡിഫൈൻ as the reception of satellite program with a personal dish in an individual home. അതായത് DTH എന്ന് പറയുന്ന സംവിധാനം എന്ന് പറയുന്നത് ഈ സാറ്റലൈറ്റ് വഴി ഉള്ള പ്രോഗ്രാം കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, അത് നമ്മൾ സാറ്റലൈറ്റിൽ നിന്ന് സിഗ്നൽസ് നമ്മളുടെ വീട്ടിലുള്ള ഈ സിഗ്നൽ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഡിഷ് എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ഒരു കുട പോലെയുള്ള ഒരു നമ്മൾ ഈ സിമെൻറ്റൊക്കെ കുഴയ്ക്കുന്ന ചട്ടി പോലെയൊരു സാധനത്തിൽ അതിൻ്റെ മുകളിലൊരു മൈക്കൊക്കെ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ടാവും. ഇതുവഴി ഇത് എന്താ പറയുക ഇത് ഈ പറയുന്ന സിഗ്നലുകൾ ക്യാച്ച് ചെയ്തിട്ട് നമ്മുടെ ടെലിവിഷനിലേക്ക് കണക്ട് ചെയ്യുന്നൊരു സംവിധാനമാണ്. സെറ്റ്-ടോപ്പ് ബോക്സ് വഴി സംവിധാനമാണ് ഈ പറയുന്ന DTH എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ദ യൂസർ എൻഡ് ദർ വിൽ ബി എ സ്മോൾ ഡിഷ് ആൻറ്റിന ആൻഡ് വ്യൂ ന്യൂമറസ് ചാനൽ. ഈ പിന്നെ DTH കുറച്ചുകൂടെ കൂടുതൽ ചാനലുകൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ആ രീതിയിലൊക്കെയാണ്. ഓക്കെ, നമുക്കറിയാം അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ, സോ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്ക് അധികവും എസ്സേയൊക്കെ ആയിട്ട് വരാറുണ്ട്, ഷോർട്ട് എസ്സേ ആയിട്ടും ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോട്ടറിയാണ്, കാരണം ഈസി ആയിട്ട് എഴുതാൻ പറ്റുന്നൊരു കാര്യമാണ്. ഓക്കെ, സോ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ ടെലിവിഷൻ, IPTV നിങ്ങൾ എത്രത്തോളം യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. IPTV സർവീസ് ദാറ്റ് ഡെലിവേഴ്സ് ടെലിവിഷൻ കോണ്ടന്റ് ഓവർ ദ ഇൻ്റർനെറ്റിലൂടെ. അതായത് നമ്മുടെ സ്മാർട്ട് TV ശരിക്കും ഒരു IPTV ആണ്, അതായത് ഇൻ്റർനെറ്റിലൂടെ കൺവേ ചെയ്യുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ട്രഡീഷണൽ കേബിൾ, സാറ്റലൈറ്റ് ഓർ ടെറസ്ട്രിയൽ ഫോർമാറ്റ്സ്, IPTV യൂസസ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഇൻ്റർനെറ്റ് protocol, അതായത് TCP/IP suite and is often delivered over a dedicated network such as digital subscriber line connectivity എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അതായത് ഇപ്പം നമ്മൾ ഈ ഇൻ്റർനെറ്റ് വൈഫൈ ബേസ്ഡ് ആയിട്ടുള്ള സെറ്റ് ഓഫ് ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെയാണ് ഈ IPTV ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയുന്നത്. ഓക്കെ, സോ അതിൽ നമുക്ക് ഇൻ്റർനെറ്റും യൂസ് ചെയ്യാൻ സാധിക്കും. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ടെലിവിഷൻ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, HDTV, high definition television. Okay, high definition television provides a resolution that is substantially higher than that standard definition television. അതായത് ഈ പിന്നെ SDTV, സ്റ്റാൻഡേർഡ് ഡെഫിനിഷൻ,
HD TV എന്ന് പറയുമ്പം അതിൽ നമ്മൾ ഈ പറയുന്ന എയറിങ്ങിൻ്റെ ഒരു കാര്യം മാത്രമല്ല, നമുക്കറിയാമല്ലോ അല്ലേ, നമ്മൾ നമ്മുടെ ഫോണൊക്കെ നോക്കുമ്പം നമ്മൾ HD ഡിസ്പ്ലേ ഉണ്ടെന്ന് നോക്കും. നമ്മൾ കമ്പ്യൂട്ടേഴ്സൊക്കെ വാങ്ങിക്കുമ്പം, നമ്മൾ ലാപ്ടോപ്സൊക്കെ വാങ്ങിക്കുമ്പോൾ SD എന്നൊക്കെ പറയുന്നത് ഡിസ്പ്ലേക്ക് പലതരം സ്റ്റൈൽസാണ്, അതായത് സംവിധാനങ്ങളാണ്. അതായത് HD എന്ന് പറയുമ്പോൾ ഫുൾ എന്താ പറയുക, ഹൈ ഡെഫിനിഷനാണ്. അതായത് എല്ലാം കറക്റ്റ് വൃത്തിയിൽ, കറക്റ്റ് ക്ലാരിറ്റി വളരെ കൂടുതലായിരിക്കും, പിക്ചർ ക്വാളിറ്റി വളരെ കൂടുതലായിരിക്കും. SD എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് ഡെഫിനിഷനാണ്. അതായത് അതത്ര HD സംബന്ധിച്ചിടത്തോളം അതത്ര ഫ്ലറിഷ് ആയിരിക്കില്ല, ബട്ട് നമുക്ക് ഇത് യൂസേജിന് പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെയുള്ളൊരു ടെലിവിഷനാണ് ഹൈ റെസൊല്യൂഷൻ, എന്താ പറയുക, ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈ ഡെഫിനിഷൻ ടെലിവിഷൻ പ്രൊവൈഡ്സ് എ റെസൊല്യൂഷൻ ദാറ്റ് ഈസ് സബ്സ്റ്റാൻഷ്യലി ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓൾ standard definition television. Early HD TV broadcasting used analog technology, but today it is transmitted digitally and use video compression. Okay, HD TV is a type of digital television, DTV, broadcast, and is considered to the best quality DTV format available. Okay, ഇത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയിലുള്ള ടെലിവിഷൻ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റമാണ് ഈ പറയുന്ന HD TV എന്ന് പറയുന്നത്. ഓക്കെ, ടൈപ്സ് ഓഫ് HD TV ഡിസ്പ്ലേസ് ഇൻക്ലൂഡ് ഡയറക്റ്റ് വ്യൂ, പ്ലാസ്മ റേസ് സ്ക്രീൻ, അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിസർച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഈ ടോപ്പിക്സൊക്കെ നിങ്ങൾ യൂട്യൂബിൽ തന്നെ നിങ്ങളൊന്ന് സെപ്പറേറ്റ് ആയിട്ട് ടൈപ്പ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ടെക്നിക്കൽ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് കിട്ടും. ഓക്കെ, നിങ്ങൾ എക്സാമിന് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങളിതൊക്കെ നോക്കുമ്പം കുറച്ചുകൂടെ ഐഡിയാസ് നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കുത്തിത്തിരിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, എക്സാമിന് നിങ്ങളുടെ പോയിൻറ്റ്സ് എത്രത്തോളം വർദ്ധിപ്പിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി സ്മാർട്ട് TV എല്ലാവർക്കും എന്താണെന്ന് അറിയാം, ജസ്റ്റ് ഞാനൊന്ന് പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഒരു ടോപ്പിക്കിനെ പറ്റി നോക്കുമ്പോൾ സ്മാർട്ട് TV നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഒരു പക്ഷേ സിലബസിലില്ലാത്തതിൻ്റെ കാരണം ഒരു പക്ഷേ സിലബസ് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് സ്മാർട്ട് ടെലിവിഷൻ അത്ര പോപ്പുലർ ആയിരിക്കില്ല. ബട്ട് നമുക്ക് സ്മാർട്ട് TV എന്ന് പറയാം, IPTV ശരിക്കും ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ വെച്ചിട്ടാണ് ഈ സ്മാർട്ട് TV വർക്ക് ചെയ്യുന്നത്. എന്നാലും നമുക്കതൊരു ടെലിവിഷൻ ട്രെൻഡായിട്ട് നമുക്ക് കരുതാവുന്നതാണ് സ്മാർട്ട് TV. ഓക്കെ, ഇപ്പം ഒട്ടുമിക്ക വീടുകളിലും സ്മാർട്ട് TVs ആണ്. പഴയ കാലത്തെ ഒരുപാട് വലിപ്പമുള്ള ടെലിവിഷൻ എന്നൊക്കെ മാറി നമ്മൾ വളരെ ഫ്ലാറ്റായിട്ടുള്ള, വളരെ സ്ലിം ആയിട്ടുള്ള, നമുക്ക് ഇൻ്റർനെറ്റും സ്റ്റോറേജ് സ്പേസും ഗെയിംസൊക്കെ കളിക്കാവുന്ന വളരെ എന്താ പറയുക, ഹൈ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടെലിവിഷൻസൊക്കെ നമ്മൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, സോ എഗെയിൻ ഞാൻ പറയുകയാണ്, നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ, സംശയങ്ങളുണ്ടെങ്കിലൊക്കെ നിങ്ങൾ ദയവായിട്ട് ചാനലിൽ വീഡിയോസിൽ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിന് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ വൺസ് അഗെയിൻ എജ്യുമന്ത്ര എന്ന് പറയുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ വാച്ച് ചെയ്തതിൽ നിങ്ങൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ടെലിവിഷൻ പ്രോഗ്രാം പ്രൊഡക്ഷനാണ്. ഓക്കെ, ഇതും ഒരു പറയുന്ന പോലെ ഒരു വീഡിയോയിലായിട്ട് ചെയ്യാൻ സാധിച്ചാൽ എനിക്ക് തോന്നുന്നു അതായിരിക്കും ബെറ്റർ. ഓക്കെ, സോ നമുക്ക് അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോയിൽ നമുക്ക് ഈ ഒരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു വൺസ് അഗെയിൻ. ഓക്കെ.